ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് അധികം ആരും ട്രൈ ചെയ്ത് നോക്കാതെ എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും ഓയിൽ ചേർക്കാതെ മത്തനും പിന്നെ കുറച്ച് കൊത്തമരയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാണ്ടേ ഞാൻ ഈ ഒരു സൈസിനുള്ള ഒരു മത്തൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു വലിയ മത്തനിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് കൊത്തമരയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതാണ്ട് ഇത്രയും എടുത്തിട്ടുള്ളൂ. അതും നന്നായിട്ട് ക്ലീൻ ആക്കി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് കൊണ്ടുവരാം. അതാണ്ട് ഇതുപോലെയാണ് അതും ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ തോരനൊക്കെ തോരനൊക്കെ വെക്കാൻ വേണ്ടി അരിയൂലേ, അതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എണ്ണ ചേർക്കണമെങ്കിൽ ഈ സമയം എണ്ണ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഡയറക്റ്റ് ഈ കൊത്തമരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മത്തനുണ്ടല്ലോ അരിഞ്ഞു വെച്ചേക്കുന്നത്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്നും ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ സവാള ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്നൊരു വ്യത്യസ്ത ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അങ്ങോട്ട് ചേർത്തോളൂ. ഞാൻ പൊതുവേ എരിവ് അധികം കഴിക്കാറില്ല, അതുകൊണ്ട് ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കൊത്തമരക്കൊക്കെ അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ദാണ്ടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ കൊത്തമരയും നമ്മൾ ഇട്ട് കൊടുത്ത മത്തനും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞു വരുന്ന ഭാഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മുകളിലൂടെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ എണ്ണ ചേർക്കാണ്ടാത്തത്. അല്ലാത്ത പാനൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ ചേർക്കേണ്ടി വരും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി ഇളക്കിയെടുക്കാം. ഒരുപാട് വേവിച്ചതൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് എഗ്ഗ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഈ മത്തനൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇതൊരു കുഴഞ്ഞ പോലെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഏകദേശം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വേണ്ട മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും കൂടെ അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അതാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും തന്നെ ഓയിൽ ചേർക്കാത്ത നല്ലൊരു തോരനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ മത്തനും അല്ലെങ്കിൽ കൊത്തമരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.